ഹലോ. നെക്സ്റ്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററിനകത്തെ മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനി പർച്ചേസസ് ഇറ്റ്സ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each at a premium of ₹20 each on account of availability of huge balances in reserves and surplus. The premium payable on buyback has been provided out of security premium. General reserve has been used as a source of buyback. The fund required were arranged by selling investment for ₹25,50,000 being ₹50,000 more than the existing book value. The bank balance available before sales of investment was ₹5,22,000. Record the transactions relating to the buyback in the book of the company in accordance with the provisions of Section 68 of Companies Act. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനിയാണ്. പർച്ചേസ് ഇറ്റ്സ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. ആ കമ്പനിയുടെ 1 lakh ഇക്വിറ്റി ഷെയർ തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ്, ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുകയാണ്. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു, അത് തിരിച്ചു വാങ്ങിക്കുന്നത് ₹20. അപ്പോൾ ബൈബാക്ക് അറ്റ് പ്രീമിയമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുന്നത് 10 രൂപ വിലയുള്ളത് 20 രൂപക്കാണെന്ന് പറയുമ്പോൾ ബൈബാക്ക് അറ്റ് പ്രീമിയം. ഓൺ അക്കൗണ്ട് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് ബാലൻസസ് ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത്, അതല്ലെങ്കിൽ ഹ്യൂജ് ബാലൻസ് റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്തുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലാഭം കമ്പനി ഏതെല്ലാം റിസർവുകളിലേക്ക് മാറ്റിവെച്ചോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലൊക്കെ എഴുതും അല്ലേ. അതിനുശേഷം താഴെ എഴുതുന്നതാണ് എന്ത്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ്. ആ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന് താഴെയാണ് ജനറൽ റിസർവും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം റിസർവും വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടും ഇങ്ങനെയുള്ള എല്ലാ റിസർവുകളും വരിക. അങ്ങനെയുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിന് താഴെ, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന് താഴെ കമ്പനിയുടെ കയ്യിൽ എന്തുണ്ട്, ഹ്യൂജ് ബാലൻസസ് ഉണ്ട്. അതായത് ജനറൽ റിസർവിലും വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഫണ്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലും ഒക്കെ ആയിട്ട് കമ്പനിയുടെ കയ്യിൽ ഹ്യൂജ് ബാലൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദ പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലും അതുപോലെ തന്നെ എല്ലാ റിസർവുകളിലും നല്ല ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബൈബാക്ക് നടത്തുമ്പോഴുള്ള പ്രീമിയം നമ്മൾ എവിടെ നിന്ന് കൊടുത്തു, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസ്, ദ ജനറൽ റിസർവ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ബൈബാക്ക്. അതുപോലെ തന്നെ അടുത്ത റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിന് താഴെ വരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട റിസർവാണ് ജനറൽ റിസർവ്. ആ റിസർവിനകത്തും ഹ്യൂജ് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹ്യൂജ് ബാലൻസിൽ നിന്ന് എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് നടത്തുന്നത്. ബൈബാക്ക് നടത്താനുള്ള മൊത്തം തുക നമ്മൾ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്, ജനറൽ റിസർവിൽ നിന്നാണ്. ഇതിന് മുൻപൊക്കെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് റിസർവും എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു, രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഹ്യൂജ് ബാലൻസ് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രീമിയം കൊടുക്കാനുള്ള തുക സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ബൈബാക്ക് നടത്താനുള്ള മൊത്തം തുക നമ്മൾ ജനറൽ റിസർവിൽ നിന്നും എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദ ഫണ്ട് റിക്വയർഡ് വെയർ arranging by selling investment ₹25,50,000 being ₹50,000 more than the existing book value. എന്നാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സോഴ്സസ് ഓഫ് ഫണ്ടും അവൈലബിലിറ്റി ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിന് താഴെ ഒരുപാട് റിസർവുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫണ്ട് ബാക്കിയുണ്ട്, കയ്യിൽ പണമുണ്ട്. പക്ഷേ എന്തില്ല, അത് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലില്ല. ഓക്കെ, റിസർവുകളായിട്ട് വെച്ചേക്കുവാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ക്യാഷിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ള ഹെഡിന് താഴെ തന്നെ അല്ലെങ്കിൽ ഹെഡിൽ തന്നെ എന്ത് വേണം, ക്യാഷിൻ്റെ അവൈലബിലിറ്റി ആയിട്ട് വേണം.
ഈ ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏറ്റവും ലാസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് നടത്തുന്നതിന് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ എഴുതിയ ജേണൽ എൻട്രി എന്തായിരുന്നു, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നായിരുന്നു. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട്, അവിടെയുള്ള ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ടും പണം വേണം. എത്ര രൂപയുടെ ഷെയർ ആണോ ബൈബാക്ക് നടത്തുന്നത് അത്രയും തുക ക്യാഷ് ആയിട്ട് കമ്പനിയുടെ കൈവശം വേണം. എന്നാൽ മാത്രമേ ആ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ ഈ ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ ഫണ്ട് റിക്വയർഡ് ആർ അറേഞ്ച്ഡ് ബൈ സെല്ലിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് റുപ്പീസ് 25,50,000. ഇവിടെ കമ്പനിക്ക് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് കമ്പനി വിൽപ്പന നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദ അവൈലബിലിറ്റി ഓഫ് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ട്? ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സെയിൽസ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, ഒരു ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി. അതായത് ദ സോഴ്സസ് ഓഫ് ഫണ്ട് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടാണ്. സോഴ്സസ് ഓഫ് ഫണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് ഒരുപാട് ഫണ്ട് ബാക്കി ഉണ്ടാവും. ഓക്കെ, ജനറൽ റിസർവിനകത്ത്, അതുപോലെ തന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ടിനകത്ത്, ഇൻഷുറൻസ് ഫണ്ടിനകത്ത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനകത്ത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫണ്ടുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അവൈലബിലിറ്റി ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലെ ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് അറ്റ് ബാങ്കിനകത്ത് അവൈലബിലിറ്റി ഓഫ് ക്യാഷും വേണം. എന്നാൽ മാത്രമേ ബൈബാക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ അവിടെ ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട്. കമ്പനിയുടെ കയ്യിൽ ഫണ്ട് ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ ക്യാഷ് ഇല്ല എങ്കിൽ ക്യാഷ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനികൾ എന്ത് ചെയ്യാം, കമ്പനിയുടെ കൈവശമുള്ള ഒരു അസറ്റ് വിൽപ്പന നടത്താം. ഒരു അസറ്റ് വിൽപ്പന നടത്തിയ ക്യാഷ് കിട്ടുമല്ലോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഫർണിച്ചറുണ്ട്. ആ 5 ലക്ഷം രൂപയുടെ ഫർണിച്ചർ നമ്മൾ അങ്ങോട്ട് വിൽപ്പന നടത്തുമ്പോൾ അത് 5 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ ഒരു 4,50,000 രൂപക്കാണ് വിറ്റതെങ്കിൽ 4,50,000 രൂപ ക്യാഷായിട്ട് കമ്പനിയിലേക്ക് വരും. അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ ലാൻഡ് ഉണ്ട്, ആ ലാൻഡ് നമ്മൾ 10 ലക്ഷം രൂപയുള്ളത് 15 ലക്ഷത്തിന് വിൽക്കാം. ലാൻഡൊക്കെ ആകുമ്പോൾ വില കൂടും അല്ലേ. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് വിറ്റു, അപ്പോൾ 15 ലക്ഷം രൂപ കമ്പനിയുടെ കൈവശം വന്നു. ഈ ക്യാഷ് ഉപയോഗിച്ച് കമ്പനിക്ക് ബൈബാക്ക് നടത്താം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരാം. അതാണ് സെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സെയിൽസ് ഓഫ് അസറ്റ്. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ദ ഫണ്ട് റിക്വയർഡ് വെയർ അറേഞ്ച്ഡ് by selling investment for rupees 25,50,000 being rupees 50,000 more than the existing book value. ഇവിടെ കമ്പനി എന്താ ചെയ്യുന്നത്, ക്യാഷിൻ്റെ അവൈലബിലിറ്റിക്കും വേണ്ടിയിട്ട് കമ്പനിയുടെ കൈവശമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് കമ്പനി എന്ത് ചെയ്യാണ്, വിൽപ്പന നടത്തുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ അവൈലബിലിറ്റി ഓഫ് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ബൈബാക്ക് നടത്തണമെങ്കിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വേണം. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടാകാൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യാണ്, കമ്പനിയുടെ കൈവശമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് വിൽപ്പന നടത്തുന്നു. അത് എത്ര രൂപക്കാണ് വിൽക്കുന്നത്? 25,50,000 റുപ്പീസിനാണ്. ഓക്കെ, ബീങ് റുപ്പീസ് 50,000 മോർ ദാൻ ദ എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂ. അപ്പോൾ നിലവിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ വില ബാലൻസ് ഷീറ്റിൽ എത്രയായിരിക്കും? 25 lakh. ആ 25 lakhൻ്റെ അസറ്റ് നമ്മൾ വിൽക്കുന്ന എത്രക്കാണ്? 25,50,000 25,50,000. അതായത് 50,000 രൂപ ഏറെയാണ് വിൽക്കുന്നത്, അതല്ലെങ്കിൽ പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. നമ്മളിപ്പോൾ ലാൻഡ് വിറ്റു എന്ന് പറഞ്ഞു, ലാൻഡ് 5 ലക്ഷത്തിൻ്റെ ലാൻഡ് നമ്മൾ 7 ലക്ഷം രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ 2 ലക്ഷം രൂപ ലാഭമാണ്. ഓക്കെ,
ചില അസറ്റുകൾ വിൽക്കുമ്പം കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു ഫർണിച്ചറാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് 5 ലക്ഷത്തിൻ്റെ വിൽക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 4,50,000 കിട്ടുകയുള്ളൂ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റാണ് ഈ പ്രോബ്ലത്തിനകത്ത് കമ്പനി വിൽപ്പന നടത്തുന്നത്. അത് 25 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്നത് 25,50,000-നാണ്. അതായത് 50,000 രൂപ ലാഭത്തിനാണ് അസറ്റ് കമ്പനി വിൽപ്പന നടത്തുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തി കമ്പനി എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നു എന്നർത്ഥം. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് വരാം. ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുക, അടുത്തത് എന്നിട്ട് പറയുവാണ്, റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ ബൈബാക്ക് ഇൻ ദ ബുക്ക് ഓഫ് ദ കമ്പനി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 68 ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ 68 പ്രകാരമാണ് ഈ ഒരു കാര്യം പറയുന്നത്. കമ്പനിക്ക് ക്യാഷിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റ് സെയിൽസ് ചെയ്യാം. സെയിൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെയിൽസ് ഓഫ് അസറ്റ് നടത്താം. അങ്ങനെയുള്ള ആ സെക്ഷൻ 68 പ്രകാരം ഉള്ള ജേണൽ എൻട്രിയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇനി നിങ്ങൾ ഇവിടെ ഏതൊരു അസറ്റാണെങ്കിലും ആ ഒരു അസറ്റ് വിൽപ്പന നടത്തുമ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ജേണൽ എൻട്രി എന്താ എഴുതുക? അസറ്റ് വിൽപ്പന നടത്തുമ്പോൾ അസറ്റ് ആകുമ്പം വാട്ട് കംസ് ഇൻ വാട്ട് ഗോസ് ഔട്ട് അല്ലേ? എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും, എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അസറ്റ് ഒരു ഫർണിച്ചറാണ് വിൽപ്പന നടത്തുന്നതായിരിക്കുക. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് പോകുന്ന വാട്ട് കംസ് ഇൻ എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യും, വാട്ട് ഗോസ് ഔട്ട് എന്താണോ പോകുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ഫർണിച്ചർ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോൾ ഫർണിച്ചർ പോകുന്നു, അതിന് പകരം നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കിട്ടുന്നു അല്ലേ? കറണ്ട് അസറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ എല്ലാം അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഫർണിച്ചർ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പം ക്യാഷ് വരുന്നു, ഫർണിച്ചർ പോകുന്നു. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ചെയ്തത് എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. ഇവിടെ എന്താണ് വിൽപ്പന നടത്തുന്നത്? ഫർണിച്ചറിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റാണ് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ, എങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? നമ്മൾ ബാങ്ക് എന്നാണ് എഴുതുക സാധാരണ, ക്യാഷ് എന്നല്ല എഴുതുന്നത് അല്ലേ? അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തുന്നു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന അസറ്റ് വിൽപ്പന നടത്തി ലാഭമാണെങ്കിൽ ആ ലാഭത്തെ നമ്മൾ എന്താ ചെയ്യുക? ലാഭത്തെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഓക്കെ, ലാഭം എല്ലാം എഴുതുന്നതാണ്, ലാഭമോ നഷ്ടമോ എഴുതാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആ ലാഭത്തെ മാറ്റണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ ലാഭമാണ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. നഷ്ടമാണ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രീസ് ഇങ്ങനെയാണ് വരിക.